പാലക്കാട്ടെ ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനിക്ക് വെള്ളം നൽകാൻ CPM ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത് അനുമതി നൽകിയതിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. ഇന്ന് പഞ്ചായത്ത് ഉപരോധം സംഘടിപ്പിക്കും എന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ചേരുകയാണ്. ഷംന, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ, അപ്ഡേഷൻ. ഗുഡ് മോർണിംഗ്. ഉപരോധം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം എലപ്പുള്ളിയിലെ ഈ നിർദ്ദിഷ്ട മദ്യ കമ്പനിക്കെതിരെ വലിയ പ്രതിഷേധമാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ പുതുശ്ശേരി പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം വരുന്നത്. അതായത് വാളയാർ, കോരയാർ പുഴകളിൽ നിന്നും ഈ മദ്യ കമ്പനിയുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ വെള്ളം നൽകുമെന്ന ഒരു കാര്യം, അതിനുള്ള അനുമതി ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കർഷകരെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ്, അതിനൊരിക്കലും കൂട്ടുനിൽക്കില്ല. ഇത് അജണ്ടയിൽ പോലും വെക്കാതെ തപാൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് ഈ അനുമതി നൽകിയത്. അതുപോലും ഈ മെമ്പർമാരെ അടക്കം വഞ്ചിക്കുന്ന തരത്തിലായിരുന്നു ഈ ഭരണസമിതിയുടെ ഒരു നീക്കം എന്ന് ചൂണ്ടിക്കാട്ടി കൂടിയാണ് ഈ ഒരു പ്രതിഷേധമുള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധികളുണ്ട്. ചേട്ടാ, എന്താണ് നിങ്ങൾ ഈ പ്രതിഷേധത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത്? അതായത് ഈ ഒയാസിസ് കമ്പനിക്ക്, എലപ്പുള്ളിയിൽ വരുന്ന ഒയാസിസ് കമ്പനിക്ക് ഇവിടുന്ന് പുതുശ്ശേരിയിലെ കോരയാർ പുഴയിൽ നിന്നും വെള്ളം കൊടുക്കാൻ പുതുശ്ശേരി ഭരണസമിതി, ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിനെതിരെ പുതുശ്ശേരി പഞ്ചായത്തിൽ ഉപരോധമാണ് ഇന്നത്തെ സമരത്തിൻ്റെ പ്രത്യേകത. ഒരു കാരണവശാലും ഇതിൻ്റെ ഉള്ളിൽ ആരും പ്രവേശിക്കില്ല. അത് കോൺഗ്രസ് ഒന്നിച്ച് ഒറ്റക്കെട്ടായി തടയും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കർഷകൻ്റെ വയറ്റത്തടിക്കുന്ന ഈ തീരുമാനത്തെ അതിശക്തമായി എതിർക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ്, കർഷകരെ ദ്രോഹിക്കുന്ന ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ഇത് അജണ്ടയിൽ പോലും വെക്കാതെ ഈ CPM ഭരണസമിതി, CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇത് പുതുശ്ശേരി. ഇവർ CPM മെമ്പർമാരെ ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയം നടപ്പിലാക്കൽ കൂടിയായിരുന്നു. അല്ലാതെ ഒരു ഭരണസമിതി എങ്ങനെയാണോ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്, എങ്ങനെയാണോ ഒരു കാര്യത്തിന് അനുമതി നൽകേണ്ടത്, അത്തരം നിയമങ്ങളൊന്നും ഇതിൽ പാലിക്കപ്പെട്ടിട്ടില്ല. ഒരു അജണ്ടയിൽ പോലും വെക്കാത്ത ഒരു വിഷയമാണ് ഇവർ അനുമതി നൽകിയത് എന്നൊക്കെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ഈ എലപ്പുള്ളിയിൽ അതിശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മദ്യ കമ്പനിക്കെതിരെയും. ഒപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ അധികാരങ്ങൾക്കപ്പുറം സർക്കാർ ഈ കമ്പനിക്ക് അനുമതി നൽകുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ കൂടി ഈ എലപ്പുള്ളി പഞ്ചായത്ത് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് പുതുശ്ശേരി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നടപടി ഉണ്ടാകുന്നത്. ഇതെന്തായാലും കൃത്യമായ ഒരു രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി, കർഷകരെ ദ്രോഹിക്കുന്ന ഒരു നയം അത് ഇവിടെ അനുവദിക്കില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉപരോധമടക്കം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും 9:30 കൂടി തന്നെ DCC പ്രസിഡന്റ് തങ്കപ്പൻ ഇത് ഔദ്യോഗികമായി ഈ ഉപരോധം ഉദ്ഘാടനം ചെയ്യും. താങ്ക് യു ഐഷത്തുൽ ഷംന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.